ഇപ്പൊ ഞാൻ രാഷ്ട്രീയം പറയല്ല, എനിക്ക് രാഷ്ട്രീയം എന്ന് ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമായ ബോധമുണ്ട്, എന്നാൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല. എന്നിരുന്നാലും പറയട്ടെ, ഇപ്പോ ഈ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി 50-ൽ പരം വീട് അവിടെ വെച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിൽ അത് വല്ലാതെ കോറിയിട്ട വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ അവിടെ കാലുകുത്തുമ്പോ നിങ്ങൾ ആരെങ്കിലും സംഭാവന ചെയ്ത പൈസ കൊണ്ടാണ് ഈ വീടുണ്ടാക്കിയത് എന്നുള്ള തോന്നലോടുകൂടെ ആ പടി നിങ്ങൾ കടക്കരുതെന്നല്ലേ പറഞ്ഞത്. അല്ലേ? ഞാൻ രാഷ്ട്രീയം പറയല്ല. എന്നാലും ഈ ഒരു വാക്ക് അതൊരു മുസ്ലിമിൽ നിന്നല്ലാതെ നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റുക. എത്രമേൽ മനോഹരമായ വാക്കാണത്. നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു അധികാരത്തിന്റെ ബോധ്യത്തോടു കൂടെ നിങ്ങൾ അങ്ങോട്ട് കടക്കാൻ പാടില്ല. നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കെ തന്നെ മറ്റുള്ളവന്റെ പ്രയാസങ്ങൾ കാണുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരാളുടെ വ്യക്തിത്വത്തെ അപമാനിക്കലല്ല. അങ്ങനെ അപമാനിക്കാനാണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിന്റെ മതം. എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ നോക്ക്. ഇന്ന് പുതിയൊരു ന്യൂസ് ഇങ്ങനെ കണ്ടു. മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ഹിന്ദുവാക്കുന്നവർക്ക് 1 ലക്ഷം രൂപ സമ്മാനമായി കൊടുക്കാമെന്ന് മഹാരാഷ്ട്രയിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പറയാണ്. യഥാർത്ഥത്തിൽ ഇതല്ലേ വർഗീയത? ലവ് ജിഹാദ് എന്ന് കള്ളപ്പേരിട്ട് വിളിച്ച് മുസ്ലിം ഉമ്മത്തിനെ തരം താഴ്ത്താൻ ശ്രമിക്കുന്ന ഈ വർഗീയവാദികൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ നിങ്ങളൊരു ഹിന്ദുവായ പെൺകുട്ടിയെ പ്രണയിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് 1 ലക്ഷം തരാമെന്ന് പറഞ്ഞത്, ഒരു നാണയത്തൊട്ട് തരാമെന്ന് പറഞ്ഞത് ആൺകുട്ടികളാണെങ്കിൽ ഇവർക്ക് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമോ? അവർക്ക് എത്രമേൽ വലിയ വർഗീയത! എന്നിട്ട് ഞങ്ങൾ വലിയ രാഷ്ട്രസ്നേഹികളായ ആളുകളാണെന്ന് കള്ളത്തരം പറയാം. ഇസ്ലാമിന് അങ്ങനെ ഒരു ഗതികേടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇസ്ലാമിന് അങ്ങനെ ആളെ കൂട്ടേണ്ട ഒരു ആവശ്യമുണ്ടോ പൈസ കൊടുത്തിട്ട്? ഇസ്ലാമികമായൊരു ബോധ്യമുള്ള ഒരു മനുഷ്യൻ, ഇസ്ലാമിന്റെ അന്തസത്ത ഉൾക്കൊണ്ടൊരു മനുഷ്യൻ എങ്ങനെയാണ് ഈ പരിശുദ്ധ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് പോവുക? അങ്ങനെ പോകാൻ കഴിയില്ല. പോകുന്നവർ ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ല. പേരുകൊണ്ട് മുസ്ലിമായി ഇവിടെ തന്നെ കെട്ടിക്കിടക്കണമെന്ന് ആരും പറയുന്നുമില്ല. അള്ളാഹുവിനെ വഴിപ്പെടുന്നവർ മതി. ഒരു നിർബന്ധം ഇവിടെ ആർക്കുമില്ലല്ലോ, അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? എന്നാലും ഏറെ സങ്കടം ഈ 1 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞതിൽ ഒരു 10 കോടിയെങ്കിലും പറയണ്ടേ ചുരുങ്ങി ദിവസം. അങ്ങനെയല്ലേ? 1 ലക്ഷം ഒക്കെ തരാന്ന് പറഞ്ഞത് ഭയങ്കര കുറഞ്ഞു പോയിന്ന്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഹിഡൻ അജണ്ടയുള്ള ആളുകൾ മഹാരാഷ്ട്രയിൽ മാത്രമൊന്നുമല്ല, നമുക്കിടയിലുണ്ടാവും. ഇപ്പൊ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾ മുസ്ലിം പേരുള്ളവരാണ്, എന്നിട്ട് നിസ്കരിക്കുക, ഹൈന്ദവനായ ഭർത്താവ് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുക. കണ്ടില്ലേ ഞങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് നിങ്ങൾ നോക്കുന്നതാണ്. ഈ 5 നേരം തലകുത്തി മറിയൽ മാത്രമാണ് ഇസ്ലാം എന്ന് ആരാണ് ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? ഇവരെവിടെയാണ് അള്ളാനെ അറിഞ്ഞത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ശരിയാകാതെ തലകുത്തി മറിഞ്ഞിട്ട് ഹജ്ജ് ചെയ്തിട്ട് ഒരു ട്രിപ്പ് പോയി വന്നു എന്നല്ലാതെ എന്ത് കാര്യം അതുകൊണ്ട്? എത്രമേൽ ഇസ്ലാമിന്റെ അന്തസത്ത ഉൾക്കൊള്ളാത്ത ആളുകളായിട്ട് നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മികമായ ബോധം കൊടുക്കണം. ഇത് കറക്റ്റ് ടൈമാണ്.